നമസ്കാരം. കോട്ടുകാൽ കോണത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം ഒടുവിൽ ഉറപ്പിച്ചു. കസ്റ്റഡിയിലായിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹരികുമാറിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെയാണ് അമ്മ ശ്രീതുവിനൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അമ്മ ശ്രീതു ശുചിമുറിയിലേക്ക് പോയ തക്കത്തിനാണ് പ്രതി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞത്. സഹോദരിയോട് തോന്നിയ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാർ സമ്മതിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹരികുമാറിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. പ്രതി ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. 29-ന് രാത്രി ശ്രീതുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സപ്പിൽ സന്ദേശം അയച്ചു. ശ്രീതു മുറിയിലെത്തിയെങ്കിലും ദേവേന്ദു കരഞ്ഞതുകൊണ്ട് ശ്രീതു തിരികെ പോയി. തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിൽ എടുത്തിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഹരികുമാറും ശ്രീതുവും തമ്മിലുള്ള വാട്സാപ്പ് മെസ്സേജുകൾ അടക്കം എല്ലാം വീണ്ടെടുക്കാനായിട്ട് പോലീസ് ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. കാരണം ഇവർ ചെയ്തിരിക്കുന്ന എല്ലാ മെസ്സേജുകളും തന്നെ വോയിസ് മെസ്സേജുകളാണ്. ഈ വോയിസ് മെസ്സേജുകൾക്കെല്ലാം തന്നെ കേട്ടപാട് തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ശീലം ശ്രീതുവിനും ഹരികുമാറിനും ഉണ്ടായിരുന്നു. അത്രയേറെ എന്താണ് ഇവർക്ക് തമ്മിൽ പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ ചിന്തിക്കപ്പെടേണ്ട, പുറത്തു വരേണ്ട രഹസ്യങ്ങൾ അത്രയും. കാരണം പല രഹസ്യങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ശംഖുമുഖം ദേവിദാസൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാരുടെ പങ്കുകൂടി പുറത്തു വന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ശംഖുമുഖം ദേവിദാസൻ ഇതിൽ നിന്ന് ഊരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. മാത്രമല്ല ഹരികുമാർ പറയുകയും ചെയ്തു തനിക്ക് മാനസിക പ്രശ്നമുണ്ട്, തനിക്ക് ഡോക്ടറെ കാണണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഇല്ല എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. ഇത് തെളിഞ്ഞതിനു ശേഷമാണ് ഹരികുമാർ പോലീസിനോട് തന്നെ മാനസിക രോഗ വിദഗ്ധരെ കാണിക്കണം, തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയുന്നത് പോലും. ഇത്തരത്തിൽ വിശ്വസിക്കാനാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ചാണ് ശ്രീതുവും ഹരികുമാറും പോലീസിനെ വട്ടം കറക്കിയത് മുഴുവൻ. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഹരികുമാർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിരിക്കുന്നതും. ഇതിനിടയിൽ തന്നെ ഹരികുമാർ മാത്രമല്ല നോട്ടപ്പുള്ളിയായത്. ശ്രീതുവിനൊപ്പം ജ്യോതിഷനെ കാണാൻ പോയ ആ ലിവിംഗ് ടുഗദറുകാരനും ഇതിലെ അന്വേഷണ വലയിലേക്ക് വന്നതാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അയാളും പുറത്തു നിൽക്കുകയാണ്. ഇയാൾക്കും ഇതിലെന്താണ് പങ്ക് എന്നുള്ളത് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മ അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരശുവൈക്കൽ സ്വദേശിയായ പോലീസുകാരനെതിരെയാണ് കേസെടുത്തത്. തന്നെ അയാൾ പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നുമാണ് പരാതി. ഇയാൾ നേരത്തെ SP ഓഫീസിലെ പോലീസുകാരനായിരുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് പരാതി പറഞ്ഞത്. ബാലരാമപുരം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസുകാരനെതിരെ കേസെടുത്തെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തിയാലേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ എന്ന് ബാലരാമപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറയുകയും ചെയ്തു. അതിനിടെ ശ്രീതു ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞ രതീഷ് എന്നയാൾ പോലീസിൽ പുതിയ പരാതി നൽകി. കളക്ടറേറ്റിൽ ജോലി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ശ്രീതു പണം വാങ്ങിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീതുവിനെതിരെ മറ്റൊരു കേസ് എടുത്തതായി പോലീസ് വ്യക്തമാക്കി. ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ശ്രീതുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറഞ്ഞു. പക്ഷേ പോലീസുകാരൻ പീഡിപ്പിച്ചുവെന്ന ശ്രീതുവിന്റെ മൊഴി, ആ ഒരു വെളിപ്പെടുത്തൽ, അത് അവർക്ക് തന്നെ വിനയാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി മാത്രം അവർ പറഞ്ഞ ഒരു കള്ളക്കഥയാകാനും അതിന് സാധ്യതയുണ്ട്. ശ്രീതു ഇതുവരെയും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്വേഷണ സംഘത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. നിസ്സഹകരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇത് പുതിയൊരു വഴിത്തിരിവാവുകയും ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ യുവതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ശ്രീതു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം സുതാര്യമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച നടപടികളിലേക്ക് കടക്കുമെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യം പുറത്തുവിടാതെ പോലീസ് രഹസ്യമാക്കുകയാണെന്നും ആരോപണമുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീതുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നുള്ളത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവും അമ്മാവൻ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ളതും ഇവർ പലരിൽ നിന്നായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇവരുടെ അച്ഛന്റെ മരണത്തിൽ പോലും ഇപ്പോൾ അവിടുത്തെ അയൽവാസികളായിട്ടുള്ളവരും നാട്ടുകാരും ഒക്കെ തന്നെയും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പണം ചോദിക്കാനായി പലരും വരുമ്പോൾ അച്ഛനെ എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തുകയും വെള്ളത്തുണി മൂടി കിടത്തുകയും ഒക്കെ ചെയ്യുകയും ഇത് അച്ഛനെ കാണിച്ചുകൊണ്ട് ഇവരെ പിന്തിരിപ്പിച്ച് വിടുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുള്ളതായി പലരും ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. ഈ പറയുന്ന ശംഖുമുഖം ദേവിദാസനെ കാണാനായിട്ട് ശ്രീതു അവരുടെ മുൻ ഭർത്താവിനെ ഒഴിവാക്കി പുതിയൊരു ലിവിംഗ് ടുഗദറുകാരനുമായി എത്തിയ കാര്യവും ശംഖുമുഖം ദേവിദാസൻ വ്യക്തമാക്കിയിരുന്നു. ഈ ശംഖുമുഖം ദേവിദാസന്റെ അടുക്കലാണെങ്കിലും കുട്ടിയെയും കൂട്ടി പൂജയ്ക്കായി എത്തിയതായിട്ടുള്ള മൊഴികളുമൊക്കെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ അന്വേഷണം ഇപ്പോൾ ഹരികുമാറിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശംഖുമുഖൻ ദേവിദാസന്റെ പേരുൾപ്പെടെ വന്നുവെങ്കിലും അതിനേക്കാൾ ഉപരി ഈ ശ്രീതുവും ഹരികുമാറും ഇവരുടെ അമ്മയും ചേർന്നുള്ള ഒരു കള്ളക്കളി തന്നെയാണ്. അമ്മയ്ക്കും അറിയാമായിരുന്നു ഈ മകനും മകളും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇവർ തമ്മിലുള്ള മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകളെല്ലാം തന്നെ വോയിസ് മെസ്സേജുകളായിരുന്നു. വോയിസ് മെസ്സേജുകളെല്ലാം തന്നെ എന്തിനാണ് അടിക്കടി ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നുള്ള സംശയം പോലീസിന് തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിലാണ് ഒടുവിൽ ഇവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധം പോലും പോലീസ് സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും ഇതിലെ പ്രധാന പ്രതി ഹരികുമാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും. നന്ദി.